പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഈ പി.വി. അൻവർ എന്ന് പറയുന്ന ഈ എം.എൽ.എ അദ്ദേഹം രണ്ടാം തവണ നിലമ്പൂരിൽ നിന്ന് എം.എൽ.എ ആയ ആളാണ്. അദ്ദേഹം പുതിയ ചരിത്രങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് പറയാതെ വയ്യ. കാരണം ഒരു എം.എൽ.എയും ഇത്രയേറെ ആരോപണങ്ങൾ കേട്ടിട്ടില്ല. ഒരു എം.എൽ.എയും നിയമസഭ നടക്കുന്ന സമയത്ത് നിയമസഭാ സമ്മേളനത്തിൽ പങ്കെടുക്കാതെ സ്വർണം മാന്താൻ സിയാറ ലിയോണയിൽ പോയിട്ടില്ല. ഒരു എം.എൽ.എക്കെതിരെയും ഇത്രയും കൂടുതൽ കേസുകൾ ഉണ്ടായിട്ടില്ല. മിച്ചഭൂമി കൈവശമുണ്ട് എന്ന് തെളിയിക്കപ്പെട്ട വേറൊരു എം.എൽ.എ ഇല്ല. ആ നിലയിൽ ഒരുപാട് ചരിത്രങ്ങൾ സൃഷ്ടിച്ച ഒരു എം.എൽ.എ ആണ് ശ്രീമാൻ പി.വി. അൻവർ. പി.വി. അൻവറിനെ പോലെ ഒരാൾ CPM-ൻ്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയാകുന്നു എന്ന് പറയുന്നത് തന്നെ പുതിയ ചരിത്രമാണ്. കാരണം ജോസഫ് മുണ്ടശ്ശേരി മുതൽ MK സാനുമാഷ് മുതലുള്ള ആളുകൾ, കടമ്മനിട്ട രാമകൃഷ്ണൻ മുതലായിട്ടുള്ള ആളുകൾ സ്വതന്ത്ര സ്ഥാനാർത്ഥികളായിട്ടുള്ള CPM-ൽ ഇന്ന് പി.വി. അൻവറാണ് സ്വതന്ത്ര സ്ഥാനാർത്ഥി എന്നുള്ളതും ഒരു പുതിയ ചരിത്രമാണ്. പക്ഷേ ഇതിനെല്ലാം മറികടക്കുന്ന നിലയിൽ ശ്രീമാൻ പി.വി. അൻവർ എന്ന് പറഞ്ഞ എം.എൽ.എ നിയമസഭയിൽ നടത്തിയ ഒരു പ്രകടനം കാണുമ്പോൾ ഈ പി.വി. അൻവർ എന്ന് പറഞ്ഞ മരപ്പൊട്ടനായിട്ടുള്ള എം.എൽ.എയുടെ തലയിൽ നെല്ലിക്കത്തളം വയ്ക്കണം എന്നാണ് എനിക്ക് തോന്നുന്നത് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. സുഹൃത്തുക്കളെ, പി.വി. അൻവർ എന്ന് പറഞ്ഞ എം.എൽ.എ 2024 ജനുവരി 31 അദ്ദേഹം നിയമസഭയിൽ പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനെതിരായി ഒരു ആരോപണം ഉന്നയിക്കുകയുണ്ടായി. ആ ഉന്നയിച്ച ആരോപണത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് ഇയാളൊരു മരപ്പൊട്ടനാണെന്നും ഇയാളുടെ തലയിൽ നെല്ലിക്കത്തളം വയ്ക്കണമെന്ന് പറയാൻ ഞാൻ നിർബന്ധിതരായത്. ഇയാളൊരു പൊട്ടനാണെന്ന് എനിക്കതിന് പലതവണ മുമ്പ് പലതവണ എനിക്ക് തോന്നിയിട്ടുണ്ട്. കോമൺ സെൻസ് വളരെ കുറഞ്ഞ ആ തവിട്ട് നിറത്തിലുള്ള തലച്ചോറ് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്, ഒരു തലച്ചോറ്, ബ്രെയിൻ എന്ന് പറഞ്ഞ സാധനം, അത് വളരെ കുറച്ചുള്ള, ഉണ്ടെങ്കിൽ തന്നെ അത് ഉപയോഗിക്കാൻ അറിയാത്ത, ബോധനിലവാരം ഏറ്റവും കുറഞ്ഞ ഒരു എം.എൽ.എ ആണെന്ന് എനിക്ക് പലപ്പോഴും ഇയാളെക്കുറിച്ച് തോന്നിയിട്ടുണ്ട്. ഞാനത് പലതവണ വീഡിയോകളിലൂടെ ഞാൻ ചെയ്തിട്ടുമുണ്ട്. പക്ഷേ ഇയാൾ ഇത്രയേറെ ഒരു പൊട്ടനാണെന്ന് ഞാൻ മനസ്സിലാക്കിയത് ജനുവരി 31 അദ്ദേഹം പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനെതിരെ ആരോപണം ഉന്നയിച്ചപ്പോഴാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ വി.ഡി. സതീശൻ എന്ന് പറഞ്ഞ ആ രാഷ്ട്രീയ നേതാവിൻ്റെ പ്രവർത്തനങ്ങളുടെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തെ ശക്തമായി വിമർശിക്കുന്ന ഒരാളാണ്. പക്ഷേ എന്നിരുന്നാൽ പോലും ഈ അൻവർ വി.ഡി. സതീശനെതിരെ നടത്തിയിട്ടുള്ള പ്രസ്താവനയുമായി ബന്ധപ്പെട്ട ആരോപണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ശ്രീമാൻ വി.ഡി. സതീശനെ ശക്തമായി പിന്തുണയ്ക്കാൻ ഈ ഒരു കാര്യത്തിലെങ്കിലും ഞാൻ നിർബന്ധിതനായിരിക്കുകയാണ്. സുഹൃത്തുക്കളെ, നമ്മൾ ആ ആരോപണം ഒന്ന് വിശദമായി നമ്മളൊന്ന് പരിശോധിക്കണം എന്നാണ് എനിക്ക് തോന്നുന്നത്. അദ്ദേഹം പറയുന്നത് കർണാടകയിലും ഹൈദരാബാദിലും IT ഇൻഫ്രാസ്ട്രക്ചർ ലെൻഡിംഗ് മേഖലയിലെ വൻകിട കമ്പനികൾ കേരയിൽ പദ്ധതിയെക്കുറിച്ച് സർവേ നടത്തി. അദ്ദേഹം പറയുകയാണ്, അദ്ദേഹം ആരോപണം ഉന്നയിക്കുകയാണ്. അവർ കേരയിൽ പദ്ധതികളെക്കുറിച്ചിട്ട് സർവേ നടത്തി. പദ്ധതി കടന്നു പോകുന്ന 11 ജില്ലകളിലും IT മേഖല ശക്തമാകും എന്നവർ കണ്ടുപിടിച്ചു. എങ്ങനെ? കേരളത്തിൽ ഈ കേരയിൽ പദ്ധതി വന്നാൽ പദ്ധതി കടന്നു പോകുന്ന 11 ജില്ലകളിലും IT മേഖല ശക്തമാകുമെന്നവർ കണ്ടുപിടിച്ചു എന്നാണ് ഇയാൾ വലിയൊരു ബുദ്ധിജീവിയാണെന്ന് തോന്നിച്ചുകൊണ്ട് ഈ മരപ്പൊട്ടൻ പറഞ്ഞു വെക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതായത് കേരളയിൽ കടന്നു പോയാൽ അവിടെയെല്ലാം IT മേഖല വളർന്നു വലുതാകുമെന്ന് ആലോചിച്ച് നോക്ക്. കേരളത്തിൽ IT വിദ്യാഭ്യാസമുള്ള 25 ലക്ഷത്തിലേറെ കുടുംബിനികളുണ്ട്. കുടുംബപരമായ കാര്യങ്ങളാൽ അവർ പുറത്ത് ജോലിക്ക് പോകുന്നില്ല. നാട്ടിൽ കമ്പനികൾ വന്നാൽ കുറഞ്ഞ ശമ്പളമാണെങ്കിലും ജോലിക്ക് പോകാൻ കുടുംബിനികൾ തയ്യാറാകുമെന്നും സർവേയിൽ ബോധ്യപ്പെട്ടു. നീ മനസ്സിലാവുന്നില്ല, അയാൾക്ക് എവിടെ നിന്നാണ്, ആരാണ് ഈ പൊട്ടക്കണക്ക് കൊണ്ടുവന്ന് ഇയാളുടെ പൊട്ടത്തലയിൽ അടിച്ചു കയറ്റിയതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. കേരളത്തിൽ 25 ലക്ഷം കുടുംബിനികളുണ്ട്. IT വിദ്യാഭ്യാസ യോഗ്യതയുള്ള 25 ലക്ഷം കുടുംബിനികൾ എന്നാണ് അദ്ദേഹം പറയുന്നത്. എവിടെ നിന്നാണ് ഈ കണക്കിട്ടതെന്ന് എനിക്കറിയില്ല. അവർ പുറത്തു പോകാറില്ല. അപ്പം നാട്ടിൽ IT കമ്പനി വന്നാൽ കുറഞ്ഞ ശമ്പളമാണെങ്കിലും ജോലിക്ക് പോകാൻ കുടുംബിനികൾ തയ്യാറാകുമെന്ന് അയാൾ പറയുകയാണ്. കേരളയിൽ വന്നാൽ ഹൈദരാബാദിലെയും കർണാടകയിലെയും IT ഭീമന്മാർ വ്യവസായ വ്യാപനത്തിന് വേണ്ടി അവിടങ്ങളിൽ വാങ്ങിക്കൂട്ടിയ ഭൂമിയും കെട്ടിപ്പോക്കുന്ന കെട്ടിടങ്ങളും പാഴാകും. ഞാൻ പറഞ്ഞത് ഇയാളെ ഒരു മരപ്പൊട്ടനെന്ന് വിളിച്ചാൽ പോലും, ഒരു ഡബിൾ മരപ്പൊട്ടനെന്ന് വിളിച്ചാൽ പോലും തെറ്റില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അയാൾ പറയുകയാണ്, എന്താണ്, കേരളയിൽ വന്നാൽ ഹൈദരാബാദിലെയും കർണാടകയിലെയും IT ഭീമന്മാർ വ്യവസായ വ്യാപനത്തിന് വേണ്ടി അവിടങ്ങളിൽ വാങ്ങിക്കൂട്ടിയ ഭൂമിയും കെട്ടിപ്പോക്കിയ കെട്ടിടങ്ങളും പാഴാകും.
ഞാൻ പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം ഇയാൾക്ക് ഈ തരത്തിലുള്ള ബോധ നിലവാരം മാത്രമേ ഉള്ളൂ. IT മേഖല വളരുന്നത് എങ്ങനെയാണെന്നും അതിനാവശ്യമായിട്ടുള്ള പശ്ചാത്തല സൗകര്യങ്ങൾ എന്താണെന്നും ഇതിനെക്കുറിച്ചൊന്നും പിന്നെ മഹാനായ PV അൻവറിന് ബോധ്യമുണ്ടാകണം എന്ന് നമുക്ക് ബലം പിടിക്കാൻ പറ്റുമോ? കാരണം അയാൾക്ക് ആ ലെവലിലൊന്നും ചിന്തിക്കാനുള്ള ബുദ്ധി അയാളുടെ തലയ്ക്കകത്തില്ല. ആരോ വെച്ചു കൊടുത്ത കടലാസ് അത് വെച്ചുകൊണ്ട് അയാൾ കേരളത്തിൽ വന്നിട്ട് വ്യാപിക്കുകയാണ്. ഈ പൊട്ടനായിട്ടുള്ള അൻവർ മനസ്സിലാക്കേണ്ടത് എങ്ങനെയാണ് IT വ്യവസായം വളരുന്നത്? IT വ്യവസായം വളരുന്നതിന് അതിനാവശ്യമായിട്ടുള്ള കണക്ടിവിറ്റി വേണം, പശ്ചാത്തല സൗകര്യങ്ങൾ വേണം, മറ്റ് സൗകര്യങ്ങൾ വേണം, സർക്കാരിൽ നിന്നുള്ള ഒരുപാട് ആനുകൂല്യങ്ങൾ ഉണ്ടാവണം, വലിയ തോതിൽ ഈ പറഞ്ഞ പോലെ ആ മേഖലയിൽ പ്രവർത്തിക്കാൻ കഴിയുന്ന മനുഷ്യ വിഭവ ശേഷി ഉണ്ടാവണം. അങ്ങനെ ഒരുപാട് ഘടകങ്ങളുടെ ഭാഗമായിട്ടാണ് IT വ്യവസായം ഓരോ സ്ഥലത്തും വളരുന്നത്. ഇപ്പോൾ കേരളയിൽ പോലുള്ളൊരു സംവിധാനം പിന്നെ തമിഴ്നാട്ടിലും പിന്നെ കർണാടകത്തിലൊക്കെ ഉള്ളതുകൊണ്ടാണോ IT മേഖല വളർന്നുകൊണ്ടിരിക്കുന്നത്? ഒരിക്കലുമല്ല. അതിനാവശ്യമായിട്ടുള്ള മറ്റ് പശ്ചാത്തല സൗകര്യങ്ങൾ, കണക്ടിവിറ്റി, ഇതുപോലെയൊക്കെയുള്ള സൗകര്യങ്ങൾ, സർക്കാർ കൊടുക്കുന്ന ആനുകൂല്യങ്ങൾ, ഇതൊക്കെ കൊണ്ടാണ് IT മേഖല വളരുന്നത്. പക്ഷേ അതൊന്നും PV അൻവറിന് ബോധ്യമാകണമെന്ന് നമ്മൾ നിർബന്ധിക്കാൻ പറ്റില്ലല്ലോ. കാരണം PV അൻവറിന് ഈ ബോധ നിലവാരമല്ലേ ഉള്ളൂ. ഇനി അദ്ദേഹം പറയുന്നത് നമ്മൾ കേൾക്കണം. കാരണം വെച്ചാൽ നമുക്ക് ഒരുപാട് പൊട്ടിച്ചിരിക്കാനുള്ള വക അതിനകത്തുണ്ട്. കേരയിൽ പദ്ധതിയെ പൊളിക്കുന്നതിന് വേണ്ടി അവർ AICC ജനറൽ സെക്രട്ടറി വേണുഗോപാലുമായി ഗൂഢാലോചന നടത്തി. ദൗത്യത്തിൻ്റെ ഉത്തരവാദിത്വം സതീശനെ ഏൽപ്പിച്ചു. ദൗത്യം വിജയിച്ചാൽ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പദമായിരുന്നു സതീശനുള്ള ഓഫർ. ഇയാൾ ഇങ്ങനെ പറഞ്ഞു പോവുകയാണ്. മനസ്സിലായില്ലേ? ഇത്രയും നേരം അയാൾ പറഞ്ഞതിനൊന്നും ഒരു കീറക്കടലാസിൻ്റെ തെളിവ് പോലും നിയമസഭയിൽ ഹാജരാക്കാൻ അയക്ക് കഴിഞ്ഞിട്ട് അയാൾ ഇങ്ങനെ കഥ വായിക്കുന്ന പോലെ വായിച്ചു പോവുകയാണ്. നമ്മൾ ഒന്ന് ആലോചിച്ച് പോകുക കേരള നിയമസഭയുടെ ഒരു അവസ്ഥ. ഇതുപോലുള്ളൊരു മനുഷ്യൻ നിന്ന് ഇതുപോലുള്ള പൊട്ടത്തരം പറയുകയാണ്. പറഞ്ഞിട്ട് എന്താ കാര്യം? കാരണം പിണറായി വിജയൻ മുഖ്യമന്ത്രിയാകുന്ന നിയമസഭയിൽ എന്ത് വേണമെങ്കിലും നടത്താമെന്നാണ് അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. എന്നിട്ട് അദ്ദേഹം പിന്നീട് പറയുകയാണ്, മത്സ്യം കൊണ്ടുവരുന്ന ശീതീകരിച്ച കണ്ടെയ്നർ ലോറികളിൽ 2021 ഫെബ്രുവരിയിലും മാർച്ചിലുമായി 50 കോടി വീതം തൃശ്ശൂർ ചാവക്കാടിനടുത്തുള്ള ചേറ്റുവ കടപ്പുറത്ത് കൊണ്ടുവന്നു. 2 കണ്ടെയ്നർ ലോറികളിൽ. അവിടെ നിന്നും ആംബുലൻസിലാണ് പണം സതീശൻ്റെ കൂട്ടാളികളുടെ കയ്യിലെത്തിച്ചത്. ആ പണം കയ്യിലുള്ള ധൈര്യത്തിലാണ് KPCCയുടെ ഔദാര്യമില്ലാതെ താൻ തെരഞ്ഞെടുപ്പ് നടത്തുമെന്ന് സതീശൻ അന്ന് പറഞ്ഞത്. പക്ഷേ ഈ പണം തെരഞ്ഞെടുപ്പ് ആവശ്യങ്ങൾക്കായി നേതാക്കൾക്ക് നൽകുകയോ കേരളത്തിൽ ചിലവഴിക്കുകയോ ചെയ്തില്ല. തുക സതീശൻ കർണാടകയിൽ നിക്ഷേപിച്ചു. അതിനാലാണ് സതീശൻ മാസത്തിൽ 3 തവണയെങ്കിലും ബംഗളൂരുവിലേക്ക് പോകുന്നത്. ഇതാണ് ഈ PV അൻവർ എന്ന് പറഞ്ഞിട്ടുള്ള ഇയാൾ നിയമസഭയിൽ സതീശനെതിരായി വായിച്ച ആരോപണം. ഇതിൻ്റെ വിശ്വാസ്യതയെക്കുറിച്ചിട്ട് ഞാൻ എന്താ സുഹൃത്തുക്കളെ പറയുക? 150 കോടി ഉണ്ടെന്ന കഥയാണ് ഇയാൾ പറയുന്നത്. അതിൻ്റെ പശ്ചാത്തലമാണ് ഇയാൾ പറഞ്ഞു വെച്ചത്. ഇതൊന്നും സാമാന്യ ബോധത്തിനും യുക്തിക്കും ചേർന്നതല്ല എന്നുള്ളതിന് എന്ത് തെളിവാണ് സുഹൃത്തുക്കളെ വേണ്ടതെന്നാണ് ഞാൻ ചോദിക്കുന്നത്. അപ്പോൾ ഇതുപോലുള്ള മണ്ടത്തരങ്ങൾ, പൊട്ടത്തരങ്ങൾ വിളിച്ചു പറയാൻ കേരളത്തിലെ 140 MLA-മാരിൽ ഒരാൾക്ക് മാത്രമേ അതിനുള്ള തൊലിക്കട്ടി ഉണ്ടാവുകയുള്ളൂ എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. എനിക്കറിയില്ല എന്താണ് ഇയാളുടെ ഒരു നിലയെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇയാൾക്ക് ഈ നിലയിലുള്ള ബോധ നിലവാരമേ ഉള്ളൂ എന്നുള്ളത് അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം ഇതിലൂടെ തെളിഞ്ഞിരിക്കുകയാണ്. എന്തായാലും PV അൻവർ MLA എന്ന് പറയുന്ന അയാളുടെ ബോധ നിലവാരം എന്താണ്, അയാൾക്ക് എത്രത്തോളം ബോധമുള്ളവനാണെന്നുള്ളത് അയാൾ ഇതിലൂടെ തെളിയിച്ചിരിക്കുകയാണ്. എന്തായാലും VD സതീശന് ഇതൊരു പ്ലസ് പോയിൻ്റ് ആയി എന്ന് പറയുന്നതിന് എനിക്ക് യാതൊരു മടിയുമില്ല. യഥാർത്ഥത്തിൽ VD സതീശൻ PV അൻവറിൻ്റെ മുമ്പിൽ ഇങ്ങനെ തൊഴുകയോടെ ഒന്ന് നിൽക്കുക ആയിരുന്നു ചെയ്യേണ്ടിയിരുന്നത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. അയാൾ ഈ പറഞ്ഞ കാര്യങ്ങൾക്ക് എവിടെയെങ്കിലും എന്തെങ്കിലും തെളിവിൻ്റെ ഒരു അംശമെങ്കിലും കൊണ്ടുവരാൻ അയാൾ തയ്യാറാവേണ്ടതായിരുന്നു. പക്ഷേ ഇതുപോലൊരു അഴിമതി ആരോപണം എഴുതി വായിക്കുമ്പോൾ ഇതുപോലുള്ള പൊട്ടത്തരം ഇവിടെ പറയരുത് എന്ന് പറയാനുള്ള സാമാന്യ ബോധം കേരളത്തിലെ നിയമസഭയുടെ സ്പീക്കർ AM ഷംസീറിനും കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിട്ടുള്ള പിണറായി വിജയനും ഇല്ലാതെ പോയി എന്ന് പറയുന്നതിൽ വലിയ പ്രത്യേകതയൊന്നും ഞാൻ കാണുന്നില്ല. കാരണം പിണറായി വിജയൻ്റെയും ബോധ നിലവാരം ഇതിൽ നിന്ന് അത്ര കൂടുതലൊന്നുമല്ല. എന്തായാലും ഈ മരപ്പൊട്ടനായിട്ടുള്ള ഈ PV അൻവർ എന്ന് പറഞ്ഞ ഇയാളുടെ തലയിൽ നെല്ലിക്കത്തളം വെക്കുകയാണ് ചെയ്യേണ്ടത് എന്നാണ് ഇയാൾ നിയമസഭയിൽ അവതരിപ്പിച്ചിട്ടുള്ള ഈ അഴിമതി ആരോപണം അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം തെളിയിക്കുന്നത് എന്നാണ് എൻ്റെ പ്രേക്ഷകരോട് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്.